ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിന്നൊരു മൊഞ്ചത്തിയപ്പം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 3-4 മണിക്കൂർ നേരിയ അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടേനു. അതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് നേരിയ അരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ അപ്പത്തിന് വേണ്ടിയിട്ട്. 1.5 കപ്പിലേക്ക് ഒരു 1/2 കപ്പ് ചോറ്, പിന്നെ 1 കപ്പ് തേങ്ങയാണ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ലോണം പേസ്റ്റ് പോലെ അരയണം, പക്ഷേ അത്ര ലൂസായിട്ട് അരയാൻ പാടില്ല. കുറച്ച് കട്ടിങ്ങനെ തന്നെ അരച്ചെടുക്കണം. അതുപോലെ എല്ലാ അരി ഫുള്ള് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിൽ ഈസ്റ്റ് ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് പൊങ്ങി വരട്ടെ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റും മല്ലിച്ചപ്പമാണ്. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാരറ്റ് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ദോശ ചുടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പം ഒന്ന് ഇട്ട് കൊടുക്കുക. ഗീയാണ് ഞാൻ ഇതിൻ്റെ മേലിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഈ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിടൂല, മൂടി വെച്ചിട്ട് വേവിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് അത്രയേ വേണ്ടൂ, വേഗം റെഡിയാവുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നമ്മുടെ അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇനി അടുത്തതും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മാവ് ചുറ്റിച്ച് കൊടുക്കില്ല ഈ അപ്പത്തിന്, ഇങ്ങനെ ഒരു ഒഴിച്ചു കൊടുക്കേ വേണ്ടൂ. വീണ്ടും അതിൻ്റെ മുകളിൽ ക്യാരറ്റൊക്കെ ഇട്ട് ഗീയാണ് ആക്കുന്നത്. അതും ഇതുപോലെയെല്ലാം നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊഞ്ചത്തി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ചിക്കൻ കറിയുടെ കൂടെയും വെജിറ്റബിൾ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.